ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടാകുന്ന വീഡിയോ ആണ്. എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ട് ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെയാണ് വീഡിയോ എടുത്ത് വയ്ക്കാന്നല്ലാതെ എനിക്ക് അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ തന്നെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ 3 ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. നീച്ചിട്ടില്ല. കിച്ചന് ക്ലാസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ നീക്കണേ ഇല്ല കേട്ടോ. ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അവൻ ഒന്നുകൂടി പോയിട്ട് തട്ടി നീപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലോ കുറച്ച് നേരം വൈകുകയും ചെയ്തു. എന്നാൽ 5:30-ക്ക് ശേഷമാണ് ഞാൻ നീച്ചത്. 6 മണിയോടൊക്കെ അടുപ്പിച്ചിട്ടാണ് ഞാൻ നീച്ചത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വൈകി കേട്ടോ. മൊത്തത്തിൽ വൈകിട്ടിരിക്കുകയാണ്. അപ്പോൾ അവനെയും കൂടി ഇനി വിളിച്ച് നീപ്പിക്കാനുണ്ട് കിച്ചുവിനെ. അവന് ക്ലാസ് ഉണ്ടല്ലോ. ഞാൻ നേരം വൈകി നീച്ച് കൊണ്ടിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചോറ് പെട്ടെന്ന് തന്നെ വേവണ അരിയായ കാരണം കൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നേരം വൈകിട്ട് നീച്ചാലും കുഴപ്പമില്ല. എന്തായാലും അവൻ 9 മണിക്കല്ലേ പോവുള്ളൂ. 8 മണിയാകുമ്പോഴത്തേന് എന്തായാലും ചോറാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് പിന്നെ നേരം വൈകിയപ്പോഴും എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാതിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരം വൈകി കഴിഞ്ഞ് വീഡിയോ എടുക്കാനൊന്നിനും എനിക്കൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. ഒക്കെ പൊരിഞ്ഞും കൊണ്ട് ഓരോ ജോലികൾ ചെയ്യുക ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാപ്പിയല്ല കേട്ടോ, ചായയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയത്. കാരണം നല്ല ചൂടാണ് കേട്ടോ. രാവിലെ അടക്കം ചുട്ട് പഴുത്തിട്ടപ്പോൾ നിൽക്കണം കേട്ടോ. ഞാൻ നീച്ച് വന്ന പാടെ തന്നെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ പുറത്ത് വന്നിരിക്കുമ്പോൾ നല്ല സുഖം, കാറ്റൊക്കെ ഉള്ള കാരണം തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ പുറത്ത് വന്നിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവരുടെ 3 എണ്ണത്തിന് ഞാൻ ഇടയിൽ കൂടെ വിളിക്കുന്നുണ്ട്. 3 എണ്ണത്തിനും നീക്കേണ്ട ഒരു അനക്കൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ചൂടെടുത്തിട്ട് രാത്രിയാകുമ്പോൾ നേരം പോലെ ഉറങ്ങാനും പറ്റണില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിലാണ് തോന്നുന്നു നേരം വൈകിട്ട് നീക്കണത്. അപ്പോൾ പുറത്ത് ഇപ്പോൾ 7 മണി 7:30 ആ ഒരു ടൈമൊക്കെ തന്നെ ആയിട്ടുള്ളൂ. എങ്കിലും നല്ല ചൂട് ഉഷ്ണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വെറുതെ ഇരിക്കുമ്പോഴടക്കം വേർത്തും കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് എന്താകും അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു തേങ്ങ ഉമ്മർത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുലുക്കി നോക്കിയപ്പോൾ കുലുങ്ങണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തേങ്ങയാണല്ലോ. അപ്പോൾ അത് ഏട്ടൻ്റെ അടുത്ത് വെട്ടി പൊളിക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇളക്കി മാറ്റി വെച്ചതായിരുന്നു. അപ്പോഴത്തേനും അവരൊക്കെ നീക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 എണ്ണം നീച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ക്യാബേജ് ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കിച്ചുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൂടുതലും അവൻ എന്നും കൊണ്ടുപോകാറുള്ള ഒരു കറി എന്ന് പറയുമ്പോൾ ഉരുളക്കിഴങ്ങ് വറുത്തതാണ് കേട്ടോ. എന്ത് കറി കൊടുത്തേക്കാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് വറുത്തതും കൂടി ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് എന്നും പതിവ്. അവൻ ആ സംഭവത്തിനോട് അത്രയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഉരുളക്കിഴങ്ങൊക്കെ തീർന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വറക്കണമൊന്നുമില്ല. അപ്പോൾ ക്യാബേജ് ഇരിക്കണ്ടായിരുന്നു ഒരു കഷ്ണം. അത് ഒരു കഷ്ണം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നോട്ട് എടുത്തിട്ട് ഒരു കഷ്ണം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെന്നുണ്ടെങ്കിലോ ഐസും കട്ട പോലെ ആയിട്ട് നല്ല തണുപ്പായിരിക്കണം കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറേ നേരം ക്യാബേജ് പിടിച്ച് അരിയാനും പറ്റണില്ല. കൈ നല്ല മരവിക്കണം, തണുപ്പ് കാരണോട് മരവിക്കട്ടെ കൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇടവിട്ട് ഒന്ന് അരിയുക പിന്നെ ഒന്ന് വെക്കുക അങ്ങനെയായിട്ടാണ് കേട്ടോ ഞാനിത് അരിഞ്ഞൊന്ന് തീർക്കണത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുഴഞ്ഞതുപോലെ ഉണ്ടാവില്ല. അങ്ങനെ ആയിട്ടുണ്ട്. അതിന് കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒറ്റൊരു ദിവസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലെ ഒരു കഷ്ണം വെച്ചിട്ട് ബാക്കിയുള്ള ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതല്ല. ഇതിൻ്റെ ഒരു മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഓറഞ്ചാണ് കേട്ടോ ഇന്ന് കിച്ചുവിന് കൊടുത്തേക്കണത്. അപ്പോൾ ഇത് ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇന്നലെ വർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് ഓറഞ്ച് ഇന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ദിവസമായാലും അവന് ഓറഞ്ചൊക്കെ കൊടുത്തയച്ചിട്ട്. കൂടുതലും ഇപ്പോൾ മുന്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തയക്കാറുള്ളത്. അപ്പോൾ അവന് മുന്തിരിയോട് മടുപ്പ് തോന്നി തുടങ്ങിയെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് 1-2 എണ്ണമൊക്കെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാറുണ്ട്. അവന് മടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ലക്ഷണമാണ് കേട്ടോ അത്. എന്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് 1-2 ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരും കേട്ടോ. അതാണ് അവൻ്റെ മടുക്കണേൻ്റെ ലക്ഷണം. അല്ല ഇഷ്ടമുള്ള സാധനമാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫുള്ളും കഴിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോറ് പിന്നെ നേരത്തെ വെച്ചിട്ട് അടുപ്പത്തുണ്ടായിരുന്നു. ഞാൻ കാണിക്കാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ ചോറ് വെന്തോ നോക്കിയപ്പോൾ ഒറ്റൊരു തളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ വേവിട്ടോ അത്രയ്ക്കും ആയിട്ടുണ്ട്. പിന്നെ കുറുവ അരിയായി കാരണം നല്ല വെന്തതിന് ശേഷമാണ് ഞാൻ വാർക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വാർത്ത് കഴിഞ്ഞാൽ വീണ്ടും ബലം വെക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട്. പക്ഷേ ഓവറായിട്ട് വേവൊന്നുമില്ല കേട്ടോ. അത്യാവശ്യത്തിന് പാകത്തിനുള്ള വേവനെ ഉള്ളൂ. കുറേ നേരം കടന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും അടച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഉപ്പേരിയൊക്കെ വെച്ചു. ഉപ്പേരിക്ക് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് അടുപ്പത്താക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബേജ് ഉപ്പേരി വെക്കുമ്പോൾ സവാള അരിഞ്ഞിടാത്തതെന്ന്. ഞാനാണ് സവാള അരിഞ്ഞിടാറില്ല കേട്ടോ. എൻ്റെ വീട്ടിലും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇനിയിപ്പോൾ ചെയ്യണവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അത് ചെയ്യാറില്ല. സവാള അരിഞ്ഞിടാറില്ല.
അപ്പോൾ അതുകൊണ്ടാണ് അത് ഇടാത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് ഏട്ടൻ എനിക്ക് നേരത്തെ തേങ്ങയൊക്കെ പൊളിച്ച് തന്നല്ലോ, അത് ഞാൻ വേഗം ചിരകിയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തട്ടിക്കൂട്ട് പലഹാരം കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ചൊരു സ്വല്പം അരിപ്പൊടി ഇരിക്കുന്നു കേട്ടോ. ഒരു നേരത്തെ പലഹാരത്തിന് പോലും ഇല്ല, അത്രയും കുറച്ചൊരു സ്വല്പം അരിപ്പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തേങ്ങയും അരിപ്പൊടിയും ജീരകവും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി പാർന്നിട്ട് ഒരപ്പം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനാണ് കുറച്ച് തേങ്ങേനെ ആവശ്യമുള്ളൂ, കാരണം കുറച്ച് പൊടി ഇരിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി തേങ്ങ ചിരകിയിട്ട് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അങ്ങനെ വെച്ചിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട്, കാരണം പൊടികളും എല്ലാം തീർന്നിട്ടിരിക്കുകയാണ് കേട്ടോ. പച്ചരിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കൽ ഇപ്പോൾ കമ്മിയാണ്. അവർക്കിപ്പോൾ കൂടുതലും എന്താ പറയുക, ബേക്കറി എന്ന് പറയുമ്പോൾ അങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കഴിക്കണത്. അത് കഴിക്കണ അത്രയ്ക്ക് നല്ലതല്ലാന്ന് എനിക്കറിയാം. ഡെയിലി ഇപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അവർക്ക് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടിച്ചും കൊണ്ടിരിക്കണം കേട്ടോ. ബിസ്ക്കറ്റ് അല്ല കൂടുതലും കഴിക്കുക, എന്തെങ്കിലും ബേക്കറി മുറുക്ക് പോലത്തെ ഐറ്റംസൊക്കെ ഇല്ല, അങ്ങനത്തെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ്, ചായ കുടിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കടിച്ചുകൊണ്ടിരിക്കണം, ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അതാ കുറച്ച് പൊടി ഉണ്ടാകുന്നല്ലോ, അതുകൊണ്ടൊരു അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ഈ കലക്കിയും കൊണ്ടിരിക്കുന്നത്. ചെറുജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ചട്ടിയിൽ നമ്മൾ പുതിയ പാൻ വാങ്ങിച്ചു കേട്ടോ. ദോശ ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ. ഞാൻ പറയാൻ മറന്നു, പുതിയത് വാങ്ങിച്ചാണ് കേട്ടോ. ചെറുപ്പശ്ശേരി പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കേട്ടോ ഉദ്ഘാടനം കഴിക്കണത്. ആദ്യമായിട്ട് ഈ സംഭവം വാങ്ങിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ഒരു ദോശ പോലും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതിൽ. അപ്പോൾ ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ, നമ്മുടെ ചട്ടിയുടെ ഉദ്ഘാടനം കൂടിയാണ്. ചെറിയ ചട്ടിയാണ് കേട്ടോ, നല്ല ഓവർ വലുതൊന്നുമല്ല, ഞങ്ങൾക്ക് പാകത്തിനുള്ള ചട്ടി തന്നെയാണ് കേട്ടോ. ഓവറായിട്ട് വലുതുമല്ല, ഓവറായിട്ട് ചെറുതുമല്ല, ഒരു ഇടത്തരം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ ആയാലും നമ്മൾ ചട്ടി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് മേടിക്കണമെന്നില്ലല്ലോ. മറ്റേ ചട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ട് ആകെ അലമ്പായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അത് മീൻ വറക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. അതിൽ മീൻ പൊരിക്കൽ മാത്രമാണ് ഇപ്പോൾ നടക്കണുള്ളൂ. ബാക്കി എല്ലാം ഈ ചട്ടിയിലാണ് കേട്ടോ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ചട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉദ്ഘാടനം അപ്പത്തുനിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അപ്പം ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാനിതൊക്കെ ഇച്ച് പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. ഇനി പിന്നെയെന്ന് പറയുമ്പോൾ കുളിക്കലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കലും അതൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെയാണ് അത് വീഡിയോ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കിച്ചുവിൻ്റെ ബസ്സൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ അവൻ പുറത്തൊക്കെ ഇറങ്ങി ബാഗ് തൂക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാഗ് അവിടെ ഊരി വെച്ചോ, ബസ് വരുമ്പോൾ ഇട്ടാൽ മതി പറഞ്ഞപ്പോൾ അവൻ കേൾക്കണേ ഇല്ല കേട്ടോ. അവനാണെന്നുണ്ടെങ്കിലോ മുറ്റത്തേക്ക് ഡ്രസ്സെല്ലാം മാറ്റി റെഡി ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒപ്പം ബാഗും തൂക്കിയിട്ട് ഇറങ്ങണം കേട്ടോ. അതാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, 2-4 ബുക്കും ഉണ്ട്, പിന്നെ ഫുഡും വെള്ളവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്. ചെക്കനത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവൻ പോയതിന് ശേഷം പിന്നെ തുണികളൊക്കെ തിരുമ്പാൻ വേണ്ടി നിന്നു കേട്ടോ. ആദ്യം തന്നെ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് തുണികൾ ഏട്ടൻ്റെ മുണ്ടും വെള്ളമുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുണ്ടിന് പകരം സകല സാധനങ്ങൾ സോപ്പ് പൊടിയിൽ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1-2 ഇടേണ്ടതിന് പകരം ഞാൻ ഒരു 150 കുത്തി കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ഷർട്ടും കൂടി അതിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാതും കൂടിയിട്ട് സോപ്പ് പൊടിയിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വെള്ള തുണികൾ ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കളർ ഇളകണ തുണികളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ധൈര്യത്തിൽ എല്ലാതും ഇടുന്നത് കേട്ടോ ഞാൻ. അങ്ങനെ പിന്നെ തുണികൾ പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം വരണ ദിവസമാണോ എന്നൊക്കെ ഓർമ്മയില്ല കേട്ടോ. കാരണം 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം വരേണ്ട ദിവസമാണോ വെള്ളം വരാത്ത ദിവസമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വെള്ളം വരാത്ത ദിവസം തോന്നുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ പിന്നെ അത്യാവശ്യം കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് ഞങ്ങൾ ചെറുപ്പശ്ശേരിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കിച്ചുവിൻ്റെ സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ തുണികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ തിരുമ്പിയിട്ടു. അങ്ങനെ തുണികൾ തിരുമ്പലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഊരി പിഴിഞ്ഞിട്ടൊക്കെ അവിടെ മാറ്റി വെച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ആദ്യം ചെയ്യണത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അഴക്കി കൂടെ തുണികൾ ഇട്ടിട്ട് പാത്രം കഴുകാൻ നിന്നാൽ അത്യാവശ്യം കുറച്ച് തുണികളുണ്ട്. പാത്രം കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ മേലിക്കൊക്കെ ഒറ്റിച്ചാടിക്കൊണ്ടിരിക്കുകയുള്ളൂ വെള്ളം. തുണി തോരാട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഒറ്റിച്ചാടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് തുണികൾ തോരാടാന്ന് വിചാരിച്ചത്. അങ്ങനെ തുണികളൊക്കെ തിരുമ്പി അവിടെ മടക്കി എന്ന് പറഞ്ഞു ഊരിപ്പിഴിഞ്ഞിട്ട് അവിടെ തന്നെ കല്ലുമ്പോൾ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ.
ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തോരാടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ എന്താണ് മഴ പെയ്യുന്ന ടെൻഷനൊന്നും ഇല്ലല്ലോ. പിന്നെ നല്ല വെയിലും ഉണ്ട്. വെയിലിന് അപ്പുറം ചൂട്, നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് വേണമെങ്കിൽ തുണികളൊക്കെ ഉണങ്ങി കിട്ടും. അത്രയും ചൂട് ഉഷ്ണവും കൂടിയ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നട്ടുച്ചയ്ക്കാണെങ്കിൽ വൈകുന്നേരത്ത് തിരുമ്പിയിട്ടിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അത്രയും ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് ഇനി ചൂടൊക്കെ എന്താവുമെന്ന് അറിയില്ല. ഇപ്പം തന്നെ അത്യാവശ്യത്തിന് തുടക്കം മുതലേ നല്ല ചൂട് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അവിടെയൊക്കെ ചൂടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ പാലക്കാട് ജില്ലയും കൂടി ആയ കാരണം കൊണ്ട് ചൂടിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് അധികം കൂടി ആയിരിക്കും, എല്ലാ ജില്ലേനെ അപേക്ഷിച്ച് കുറച്ചും കൂടി അധികമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അതാ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞു. ഇത്ര നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആ അപ്പം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു എന്നല്ലാതെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ എല്ലാ പണിയും കഴിക്കണമെന്ന് കേട്ടോ എനിക്കിഷ്ടം. അല്ലെങ്കിൽ പിന്നെ വീണ്ടും വിശന്നും കൊണ്ടിരിക്കുള്ളൂ. ഓരോ ജോലി തീരുമ്പോൾ എനിക്ക് വിശന്നുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം തീർന്നിട്ടാണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിനാണ് കഴിയുമല്ലോ. ചിലപ്പോൾ ചില സമയത്തൊക്കെ രാവിലത്തെ ഉച്ചാമ്പഴത്തെയും കൂടിയിട്ട് 11 മണിക്ക് 12 മണിക്കൊക്കെ കഴിക്കും. അപ്പോൾ രാവിലത്തെ ആയി ഉച്ചാമ്പഴത്തെ ആയി. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഭക്ഷണം കഴിക്കൽ. ചില സമയത്താണെന്നുണ്ടെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ സമയം കാലം നോക്കില്ല കേട്ടോ, അങ്ങോട്ട് തിന്നാൻ തുടങ്ങും. അങ്ങനെ പിന്നെ തുണികൾ തിരുമ്പലും ഉണക്കലും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രം അത്യാവശ്യം വെയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അടക്കം മാറ്റിയില്ല. ഇനിയിപ്പോൾ മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കാരണം വെയിൽ നല്ലുള്ള കാരണം കൊണ്ട് തന്നെ തുണികളൊക്കെ നിരച്ച് പോകാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെയിലിപ്പോൾ കുറവുള്ള സ്ഥലത്തേക്ക് കെട്ടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടക്കം മാറ്റി കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏട്ടൻ്റെ വായിലിരിക്കണം കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണില്ല എന്നുള്ളൂ. ഞാൻ മനസ്സിൽ മാത്രം വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്യണം എന്നുള്ളത്. കൃത്യമായിട്ട് തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും അത് ഒരു തണലുള്ള സ്ഥലത്തേക്ക് തന്നെ കെട്ടണം. കാരണം നല്ല തുണികളൊക്കെ നിരച്ച് പോകുള്ളൂ അല്ലെങ്കിൽ. അതിന് ശേഷം പിന്നെ ഇവിടെയൊക്കെ തുടച്ചിട്ടില്ല കേട്ടോ. കാരണം ഇന്നലെ മിനിഞ്ഞാന്നോട്ടായിട്ട് ഞാൻ തുടച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ തന്നെ തുടച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് തുടക്കണില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെ അല്ലേ ഞാൻ തുടയ്ക്കാറുള്ളൂ. അപ്പോൾ തുടക്കണില്ല. അതിന് പകരം ഉമ്മറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടിക്കാറുണ്ട്. തുടയ്ക്കാത്ത ദിവസം ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പൊടി ഇങ്ങനെ കയറണമാണല്ലോ കാറ്റ് വീശുമ്പോഴും. പിന്നെ നമ്മുടെ മുറ്റത്തെ പൊടിയുടെ കാര്യം അറിയാമല്ലോ, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയും. അപ്പോൾ അതുകൊണ്ട് ആ പൊടി ഇങ്ങനെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കും. ഉമ്മറൊക്കെ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടാലും വീണ്ടും മണ്ണിങ്ങനെ പാറി വന്നുകൊണ്ട് അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടിരിക്കൽ തന്നെയാണ് കേട്ടോ എപ്പോൾ നോക്കിയാലും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എന്നാലും അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിന് പിന്നാലെ തന്നെ പൊടി കയറും ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാനും വൃത്തിയാക്കാണ്ടിരിക്കാൻ നല്ല റിസ്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മൊത്തത്തിൽ നിന്ന് അടിച്ച് വെള്ളം കൊണ്ട് അടിച്ച് കഴുകിയിട്ട് ഒക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മോപ്പും കൊണ്ടൊന്ന് വെറുതെ തുടയ്ക്കണമുണ്ട്. വെള്ളം തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളമൊക്കെ ഒഴിക്കണത് അറിയണുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വറ്റി വാർന്നു പോകുന്നുണ്ട് കേട്ടോ. അത്രയും ആവി എടുക്കണ കാരണം കൊണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ പ്രാക്ടീസിനൊക്കെ പോയി വന്ന് രാത്രിയാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാളത്തല്ല 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് എനിക്ക് പന്തമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. പന്താണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, പന്തം ആ സംഭവം ഉണ്ടാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. കിച്ചു പിന്നെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.